ഹലോ, വെൽക്കം ടു പാസ്പോർട്ട് ടു ദ വേൾഡ്. ഇത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അവർ സംഘടിപ്പിച്ചിട്ടുള്ളൊരു ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. നമുക്കിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദുബായിലെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒക്കെ ഒരു മിനി വേർഷനായിട്ട് പറയാം. ഒരുപാട് കൺട്രീസിൻ്റെ സ്റ്റോളുകളും അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഐറ്റംസ്, അവരുടെ ഓരോ ദിവസം ഓരോ രാജ്യത്തിൻ്റെ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്ന കുറച്ച് മ്യൂസിക്കൽ ഷോസും അവരുടെ സിമ്പിൾസൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ്. നമുക്ക് ഗ്ലോബൽ വില്ലേജായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിനോട് സാമ്യമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. വളരെ കുറച്ച് രാജ്യങ്ങളുടേത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബംഗ്ലാദേശ്, ഇന്ത്യ, ഫിലിപ്പൈൻസ്, സുഡാൻ, അങ്ങനെ വളരെ കുറച്ച് രാജ്യങ്ങളുടെ ഉള്ളൂ. ഓരോ ദിവസം ഓരോ രാജ്യത്തിൻ്റെ മ്യൂസീഷ്യൻസും അതുപോലെ ഡാൻസേഴ്സൊക്കെ വന്ന് പ്രോഗ്രാംസും ഉണ്ട്. ഇങ്ങോട്ടുള്ള എൻട്രി ഫ്രീ ആണ് കേട്ടോ. ഇനി ഈ മ്യൂസിക്കൽ ഷോസ് അതൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ തൊട്ടടുത്തിരുന്ന് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. അതല്ലാതെ ഈ സ്റ്റോളുകൾ വിസിറ്റ് ചെയ്യാനും ദൂരെ നിന്നിട്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഈ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം കാണുന്നതിനൊന്നും ഫീ എക്സ്ട്രാ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ പോലും അകത്തേക്ക് അവരെ കയറ്റി വിടുന്നില്ല കേട്ടോ. അതൊന്നും അലൗഡ് അല്ല. ഇതൊരു വൈബ്രൻറ്റ് കൾച്ചറൽ ഇവൻ്റാണ് കേട്ടോ. അതുപോലെ തന്നെ മെയ് പകുതി വരെ ഈ ഒരു പ്രോഗ്രാം അവിടെ നടക്കും. സൗദിയിലെ താരതമ്യേന ഇപ്പോൾ ചൂട് വരേണ്ട സമയമാണ്, പക്ഷേ ഈ ഒരു ഡേയ്സിലൊന്നും വലിയൊരു ചൂടില്ല കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ കാറ്റും തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം കാണാൻ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു മാറ്റത്തിലേക്കുള്ള ചെറിയൊരു തുടക്കം എന്നുള്ളൊരു പോലെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആ ഒരു ഏരിയ കണ്ട് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിങ്ങനെ ഓരോ ടൈം ഗ്യാപ്പിൽ ഓരോ പ്രോഗ്രാംസും അവിടെ നടക്കും കേട്ടോ. ചെറിയ ഡാൻസുകളായാലും ഈ ഫാഷൻ ഷോസ് പോലുള്ളതൊക്കെ ആണെങ്കിലും ചെറിയ പ്രോഗ്രാംസും അവർ നടക്കുന്നുണ്ട്. അപ്പോൾ എൻജോയ് ചെയ്യാൻ വരുന്ന ആൾക്കാരനെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് സ്റ്റോളുകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ഒന്നും വാങ്ങിയില്ലെങ്കിലും ഈ സ്റ്റോളുകളുടെ മുമ്പ് കൂടെ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു എൻജോയ്മെൻ്റ് ആണല്ലേ. അതും പരമ്പരാഗത രീതിയിലാണ് കേട്ടോ ഇവർ ഓരോ സ്റ്റോളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കോൺക്രീറ്റ് ബിൽഡിങ്സൊന്നുമല്ല, പകരം ഓല മേഞ്ഞിട്ടുള്ള പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറേ സ്റ്റോളുകളാണ് കേട്ടോ. സ്റ്റോളുകൾ മാത്രമല്ല കേട്ടോ, വരുന്നവർക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനാണെങ്കിലും ഇരുന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിറച്ചവർ ചെയ്തിട്ടുണ്ട്. 2-3 ഭാഗങ്ങളായിട്ട് ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല വൈബ്രൻറ്റ് കളേഴ്സിലാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം എൻജോയ് ചെയ്ത് നടക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത ആൾക്കാർ വേഗം സമയം കളയാതെ പോരെ, കാരണം ഇത് അധികം നാളില്ല. ഓൾമോസ്റ്റ് ഒരു മെയ് 2nd വീക്ക് 3rd വീക്കൊക്കെ ആകുമ്പോൾ ഇത് എൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.